ഹായ്, എല്ലാവർക്കും സുഖല്ലേ? അപ്പൊ പാർപ്പൊടിയുടെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു കുഞ്ഞു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കണേ കേട്ടാ. വഴുതിരിങ്ങ കറി എല്ലാവരും വെക്കാറുണ്ട്. പക്ഷെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വഴുതിരിങ്ങ ഇഷ്ടമില്ലാത്തവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പൊ നമുക്ക് കറി ഒന്ന് വെച്ച് നോക്കിയാലോ? ഈ ഒരു കറി എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. പിന്നെ വില കൂടിയിട്ടുള്ള ഒരു കാര്യങ്ങളും അല്ല. വഴുതിരിങ്ങ, സബോള, വെളുത്തുള്ളി, ചുവന്നുള്ളി, അതുപോലെ തന്നെ മുഴുവൻമുളകും അതൊക്കെ നമ്മുടെ വീട്ടിൽ ഉണ്ടാവണതാണ്. അപ്പോൾ നമുക്കും ഒന്ന് ട്രൈ ചെയ്തൊക്കെ നോക്കാം. എപ്പോഴെങ്കിലുമൊക്കെ ഒരു വ്യത്യസ്തമായിട്ട് വെക്കണത് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കാര്യമല്ലേ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കിയോളൂ ഇത്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് വഴുതിരിങ്ങ, സബോള, മുഴുവൻമുളക്, ഒരു 2-3 മുഴുവൻമുളക് അവരവരുടെ എരിവിനനുസരിച്ച്, പിന്നെ ചുവന്നുള്ളി, വെളുത്തുള്ളി, കുറച്ച് മഞ്ഞൾപ്പൊടി, മുളകുപൊടി, ഉപ്പ്, ഇത്ര മാത്രം ഉണ്ടായാൽ മതി. എപ്പോഴും ഒരുപോലെ വഴുതിരിങ്ങ കറി വെക്കുമ്പോൾ ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാവും. വഴുതിരിങ്ങ ചിലവർക്കൊന്നും ഇഷ്ടമുണ്ടാവില്ല. എനിക്ക് പൊതുവെ വഴുതിരിങ്ങയും വെണ്ടക്കായും ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള കറികളാണ് കേട്ടോ. അതുപോലെ തന്നെ കുഞ്ഞു മക്കൾക്കും ഇതുപോലെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ നന്നായിട്ട് ചോറുണ്ണും. അത് 100% ഉറപ്പാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ വഴുതിരിങ്ങ അരിയുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഭയങ്കര കട്ടിയിൽ അരിയാണ്ട് വട്ടന് എന്നെ ഇത്തിരി നൈസായിട്ട് അരിയാനായിട്ട് ശ്രമിക്കുക. വേറെ ഒന്നല്ല. അതിനുശേഷം ഈ വട്ടനെ അരിഞ്ഞ് വെച്ചിട്ടുള്ള വഴുതനങ്ങയിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളകുപൊടിയും ഇത്തിരി വെള്ളവും ചേർത്തിട്ട് മിക്സ് ചെയ്ത് കുറച്ച് നേരം വയ്ക്കുക. കുറച്ച് നേരം എന്ന് പറയാനായിട്ട് അധികം നേരമൊന്നും വെക്കണ്ട. 1 മിനിറ്റ് 2 മിനിറ്റ് ഒക്കെ വെച്ചാൽ മതി. അപ്പോഴേക്കും അതിലേക്ക് പിടിക്കും. പിന്നെ നമ്മളൊരു ഫ്രൈ പാൻ എടുത്ത് അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഏറ്റവും ആദ്യം കുറച്ച് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും മുളകും നമ്മൾ മാറ്റി വെച്ചത് അതിലിട്ടിട്ട് വഴറ്റുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, മുഴുവൻമുളക് ഒരെണ്ണം ചേർത്താൽ മതി. എരിവ് കൂടുതൽ ആവശ്യമുള്ളവർക്ക് മാത്രം കൂടുതൽ ചേർക്കൊണ്ടോ, അല്ലെങ്കിൽ എരിവ് നന്നായിട്ട് കൂടിപ്പോകും കേട്ടോ. അപ്പോൾ മുഴുവൻമുളക് അവരവരുടെ എരിവിനനുസരിച്ച് ചേർക്കുക. അത് വഴറ്റിയെടുത്തതിന് ശേഷം ഭയങ്കരമായിട്ട് മൊരിയിക്കേണ്ട, ഒരുവിധം വഴഞ്ഞ് അത് മാറ്റി വെച്ചതിന് ശേഷം ആ വെളിച്ചെണ്ണയിലേക്ക് തന്നെ വഴുതിരിങ്ങ ഇട്ടിട്ട് വഴറ്റിയെടുക്കുക. അത് ഒരുവിധം വഴഞ്ഞ് വരുമ്പോൾ തന്നെ സബോളയും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി നന്നായിട്ട് വഴറ്റുക. മുരിക്കരുത്, നന്നായിട്ട് വഴറ്റുക. അപ്പോൾ നമ്മൾ എടുത്ത് മാറ്റി വെച്ചിട്ടുള്ള ചുവന്നുള്ളി, വെളുത്തുള്ളി, മുഴുവൻമുളകും കൂടി നന്നായിട്ട് ചതയ്ക്കുക. പിന്നീട് ആ വഴറ്റി വെച്ചിട്ടുള്ള വഴുതിരിങ്ങയും സബോളയും കൂടിയിട്ട് നന്നായിട്ട് കുത്തി ചതയ്ക്കാറിയില്ലേ, അതുപോലെ നന്നായിട്ട് ഒരു ചീഞ്ചാട്ടിയില അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പാത്രത്തിലിട്ടിട്ട് നന്നായിട്ട് എല്ലാതും കൂടിയും കുത്തി ചതയ്ക്കുക. അത് പറഞ്ഞപ്പോൾ ഞാൻ മറന്നു കേട്ടോ ഒരു കാര്യം പറയാനായിട്ട്. ഈ ചതക്കണയിലേക്ക് നന്നായിട്ട് യോജിപ്പിക്കണയിലേക്ക് ഒരു നുള്ള് പഞ്ചസാരയും കൂടിയും ചേർക്കണം കേട്ടോ. കുറേ കൂടുതലല്ല, ഒരു നുള്ള് പഞ്ചസാരയും കൂടിയും ചേർത്തിട്ട് അത് നല്ല വിധത്തിൽ യോജിപ്പിക്കാം. അത് കഴിഞ്ഞ ശേഷം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ആവശ്യമുള്ളവർക്ക് ആ ചീഞ്ചാട്ടിയിൽ തന്നെ ഇട്ടിട്ട് ഒന്ന് ചോറ് വേണമെങ്കിൽ ഉണ്ണാം. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാട്ടാ. വിധം എല്ലാ അമ്മമാരും ഇങ്ങനെ കഴിക്കുമല്ലേ? എൻ്റെ പോലെ ഇങ്ങനെ കഴിക്കുന്നവരുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. അപ്പൊ ഇതാണ് വഴുതിരിങ്ങ കറി. ഇന്നത്തെ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ വഴുതിരിങ്ങ കറി.
പിന്നെ അടുത്ത ദിവസം മമ്മിയുടെ അമ്മയുടെ കുർബാന ചൊല്ലിക്കലുണ്ട്. അപ്പൊ എന്റെ കയ്യിൽ ഒരു ചുരിദാർ മെറ്റീരിയൽ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഞാനത് തയ്ക്കാൻ വെച്ചിട്ടാ. മുഴുവൻ ശരിയായില്ലെങ്കിലും കുറച്ചൊക്കെ അപാകതകൾ ഉണ്ടെങ്കിലും ഞാൻ തയ്ക്കാന്ന് വിചാരിച്ചിട്ടാ. അപ്പൊ ഞാൻ അത് തയ്ച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടാ. അപ്പൊ ഇനി നേരെ ഞാൻ പോകുന്നത് തയ്ക്കാനാണ്. അപ്പൊ അത്രയ്ക്കുള്ള ഇന്നത്തെ വിശേഷം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ, ബൈ.